ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ ശിവയ്ക്ക് വാക്ക് കൊടുക്കാനായിട്ട് വസുന്ധര, കാരണം വിവേക് വന്ന ഉടനെ നിങ്ങളുടെ വിവാഹത്തെ കാര്യത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കണം എന്ന രീതിയിൽ അതിനുശേഷം തന്നെ വയനാട്ടിലെത്തുന്ന വർഷയെ കാണാനായിട്ട് എല്ലാവരും വരുന്നുണ്ട്. അപ്പോഴത്തേനും നാരായണി ചേച്ചി കൂടെ വരുന്നുണ്ട്. അതിനുശേഷം തന്നെ എല്ലാ ഡോക്യുമെൻസും വർഷയ്ക്ക് കൈമാറുന്നുണ്ട്. അതിനുശേഷം തന്നെ ഒരു പട്ടുസാരിയും അതിലൊരു താലിമാലയും കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ ഇതിപ്പോൾ എന്താണെന്നുള്ള രീതിയിൽ തന്നെയാണ് വിവേക് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് കൂടുതൽ വിവരങ്ങൾ വർഷയെക്കുറിച്ച് അറിയാനായിട്ട് നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ നാരായണ ചേച്ചിയുടെ നിന്ന് വർഷയുടെ കാര്യങ്ങളെല്ലാം തന്നെ വിവേക് തിരിച്ചറിയുന്നു. വർഷയെ സ്നേഹിക്കാൻ ഒരാൾ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ചന്ദ്രദാസിനെ വെല്ലുവിളിച്ച് തന്നെ നല്ലൊരു പയ്യൻ അവൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അവനെയും കൊന്നു കളഞ്ഞു എന്ന രീതിയിൽ ആ സമയത്ത് അവൻ കൊണ്ടുവന്നതാണ് ആ പട്ടുസാരിയും താലിമാലയും. പക്ഷേ ആ കുട്ടിക്ക് ചാർത്താൻ സാധിച്ചില്ല. എൻ്റെ വർഷമോളെ രക്ഷിക്കാൻ അവൻ വന്നതാണ്, പക്ഷേ അവനും സാധിച്ചില്ല. പക്ഷേ വർഷമോളെ രക്ഷിക്കാൻ ഇനി ആർക്ക് കഴിയും? വിവേക് നാരായണ ചേച്ചിക്ക് വാക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ, ഞാനുണ്ടാവും എന്ന രീതിയിൽ. അതിനുശേഷം തന്നെ ചന്ദ്രദാസ് അവരെ ആക്രമിക്കാനായിട്ട് വരുമ്പോഴത്തേനും നന്നായിട്ട് തന്നെ വിവേക് ചന്ദ്രദാസിനെ അടിച്ചു ഒതുക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ പിന്നീട് വിവേകിനോടുള്ള പൂർണ്ണ സ്നേഹത്തോടു കൂടി ചന്ദ്രദാസിനോട് പറയുന്നുണ്ട്, എൻ്റെ വിവേകിനെ തൊട്ടുപോയാലുണ്ടല്ലോ നിന്നെ ശരിയാക്കും, നീ ജീവനോടെ ഇവിടുന്ന് തിരിച്ചു പോവില്ല എന്ന രീതിയിൽ എൻ്റെ വർഷ പറയുന്നത്. ആ ഒരു സമയത്ത് തന്നെ വിവേകിനോടുള്ള അതിയായിട്ടുള്ള സ്നേഹം പുറത്തു വരിക കേട്ടോ. അങ്ങനെ വിവേകും വർഷയും ഇനിയാണ് പ്രണയിച്ച് തുടങ്ങുന്നത്. നല്ലൊരു എപ്പിസോഡ് വിശേഷമായിട്ട് നമുക്ക് നാളെ കാണാം.